ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച ആര്യഭട്ട. റഷ്യയിലെ വാൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും കോസ്മോസ് വാഹനത്തിൽ വിക്ഷേപിച്ച ആര്യഭട്ടയ്ക്ക് 360 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. റഷ്യയിലെ വോൾഗോഗ്രാഡിൽ നിന്നും വിക്ഷേപിച്ച മറ്റു 2 ഇന്ത്യൻ കൃത്രിമോപഗ്രഹങ്ങളാണ് ഭാസ്കര I, ഭാസ്കര II എന്നിവ. 1979 ജൂൺ 7 വിക്ഷേപിച്ച ഭാസ്കര Iന് 444 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. 1981 നവംബർ 20 ഭാസ്കര II വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി. 1979 ഓഗസ്റ്റ് 10 ആദ്യത്തെ രോഹിണി ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV ഉപയോഗിച്ച് വിക്ഷേപിച്ചവയാണ് രോഹിണി ഉപഗ്രഹങ്ങൾ. ഇത് വിജയകരമായില്ല. രണ്ടാമത്തെ രോഹിണി ഉപഗ്രഹം 1980 ജൂലൈ 18 മൂന്നാമത്തേത് 1981 മെയ് 31 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആണ് രോഹിണി വിക്ഷേപിച്ചത്. 1981 ജൂൺ 19 ആപ്പിൾ വിക്ഷേപിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിളിനെ തെക്കേ അമേരിക്കയിലെ ഫ്രഞ്ച് ഗയാനയിലുള്ള കുറു വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ആണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്.